തെരുവുനായ ആക്രമണം ഭയന്ന് കഴിയുകയാണ് പാലക്കാട് കപ്പൂർ പഞ്ചായത്തിലെ കള്ളിക്കുന്ന് പ്രദേശവാസികൾ. നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇവയുടെ ആക്രമണവും പ്രദേശത്ത് കൂടിയിട്ടുണ്ടെന്നാണ് പരാതി. നായ്ക്കളുടെ ശല്യം വീടിനകത്തേക്ക് വരെ എത്തിയതോടെ രക്ഷയ്ക്കായി പുതിയ മാർഗങ്ങൾ തേടിയിരിക്കുകയാണ് വീട്ടുകാർ. തൃത്താല, കുമരനല്ലൂർ, കള്ളിക്കുന്ന് പ്രദേശത്തെ വീടുകളിൽ ചെന്നാൽ ഇതാണ് കാഴ്ച. തെരുവ് നായ്ക്കളെ പേടിച്ച് വീടിന്റെ ഉമ്മറം വലകൊണ്ട് മൂടിയിരിക്കുകയാണ്. വീടിനകത്ത് വരെ കൂട്ടമായി തെരുവ് നായ്ക്കൾ കയറി തുടങ്ങിയതോടെയാണ് വീട്ടുകാർ വല കൊണ്ട് ഇത്തരമൊരു മാർഗം സ്വീകരിച്ചത്. ഒരു മാർഗമില്ലാത്ത കാരണം വല കാശ് കൊടുത്ത് വല മേടിച്ച് വല കെട്ടിയിരിക്കുന്നു. വല കെട്ടിയ കാരണം ഇപ്പോൾ എന്നാലും വല ഉള്ളിൽ ചാടിയിട്ട് അത് കിടക്കുന്നുണ്ട്. ഞങ്ങൾ പൊറുതി മുട്ടിരിക്കുന്നു നായക്കളെ കൊണ്ട്. കുട്ടികളെ കാണിച്ച് മദ്രസ പോകാൻ വയ്യ, സ്കൂളിൽ പോകാൻ വയ്യ, ഞങ്ങൾ റോഡ് സൈഡിലേക്ക് കൊണ്ടാക്കി കൊടുക്കുകയാണ്. അത്രയും ഇതായിരിക്കും വിഷമം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പറയുന്നത്. കുട്ടികളെ സ്കൂളിലേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞയക്കാൻ പോലും ഭയമാണെന്നും അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഒരു 5 മിനിറ്റ് ഇവിടെ എല്ലാം ചെയ്ത് അങ്ങോട്ട് എത്തും. ഗവൺമെന്റ് എത്തും. ഒരു 5-6 ഒപ്പം ഉണ്ടാവും, 6, 8, 10 ഉണ്ടാവും. ഈ വല വെച്ചിരിക്കുന്നല്ലേ? ഇപ്പൊ കയറാറുണ്ടോ? ഇപ്പൊ ഇല്ലല്ലോ, ഒരു കണ്ടില്ല. ആളില്ലാതെ കൊണ്ടൊന്ന് കയറി. രണ്ടാമത് കയറാൻ ആളില്ലാത്തുമ്പോ ഇനി കയറാൻ വേണ്ടി നിന്നാൽ പോയി. പോയില്ലേ? കൂട്ടമായി വിഹരിക്കുന്ന നായ്ക്കൾ കാൽനടയാത്രക്കാർക്കും വലിയ ഭീഷണിയാകുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളുടെ പുറകെ നായ്ക്കൾ ഓടുന്നത് പലപ്പോഴും അപകടങ്ങൾക്കിടവരുത്തുന്നു. അടുത്തിടെ തൃത്താലയിൽ ഒരു കുഞ്ഞുൾപ്പെടെ 3 പേർക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റത്. പേവിഷബാധയേറ്റ നായയുടെ കടിയേറ്റ് കഴിഞ്ഞ ദിവസം 3 പേർക്കും ഒരു പശുവിനും പരിക്കേറ്റു. തെരുവ് നായ്ക്കൾ മനുഷ്യജീവൻ ഉയർത്തുന്ന ഭീഷണിയുടെ വ്യാപ്തി നാൾക്കുനാൾ കൂടി വരുമ്പോൾ സർക്കാർ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. ന്യൂസ് 18 തൃത്താല. നമുക്ക് ശബരിമലയിലേക്ക് ഒന്ന് പോകണം. അവിടെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ 90,163 ഭക്തർ ശബരിമലയിലെത്തി. ഇന്നും തിരക്ക് തുടരുകയാണ്. സന്നിധാനത്ത് പോലീസിന്റെ പുതിയ സംഘം ഇന്ന് ചുമതലയേൽക്കും. മണ്ഡലപൂജയുടെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരുന്നു. ശബരിമലയിൽ ഇന്ന് രാവിലെയും നല്ല തിരക്ക് തുടരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ 18-ാം പടിയുടെ ദൃശ്യങ്ങളാണ്. വളരെ വേഗത്തിൽ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തി വിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.